ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞേ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ മീ. ആമേൻ. ഞാൻ ആ വാക്യത്തെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ എടുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞാൻ അതിൽ നിന്നൊരു ഭാഗത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽ ക്രിസ്തു പ്രത്യാശയാകുന്നു. ആമേൻ. പ്രത്യാശയാകുന്ന ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. ക്രിസ്തു നിരാശയല്ല, ക്രിസ്തു സങ്കടമല്ല, ക്രിസ്തു മനോഭാരമല്ല, ക്രിസ്തു മനോവേദനയല്ല, ക്രിസ്തു ഒരു പ്രത്യാശയാണ്. ഇന്ന് പകൽക്കാലം ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ അകത്തൊരു വേദനയുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല, എൻ്റെ അകത്തൊരു സങ്കടമുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. എൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയോ, എനിക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ. എന്ത് കണ്ടിട്ടാ പ്രത്യാശയുള്ളത്? ആമേൻ. കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ടാണോ? കൂടെയുള്ള മനുഷ്യരെ കണ്ടിട്ടാണോ? ചുറ്റുപാടുകൾ അനുകൂലമായതുകൊണ്ടാണോ? അല്ലല്ല. പകരം എൻ്റെ അകത്തൊരു ക്രിസ്തുവുണ്ട്. എൻ്റെ അകത്ത് കിടക്കുന്ന ക്രിസ്തു എന്നോട് പറയുകയാണ്, പ്രതിസന്ധികളിൽ നീ നിരാശപ്പെടരുത്. There is a better hope. There is a glorious hope for you. ഇന്ന് പകൽക്കാലം ക്രിസ്തു അകത്തുള്ളവൻ പറയാ, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. അതൊരു സാധാരണ പ്രത്യാശയല്ല, അത് മഹത്വത്തിൻ്റെ പ്രത്യാശ. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്കെൻ്റെ സഭയെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്കെൻ്റെ പ്രസ്ഥാനത്തെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ നോക്കുമ്പോൾ നിരാശയില്ല, എനിക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയും എനിക്ക് നിരാശയില്ല. ഞാൻ എവിടേക്ക് നോക്കിയാലോ എൻ്റെ ഹൃദയത്തിനകത്ത് നിറയുന്നത് മുഴുവനോ ഒരു പ്രത്യാശയാണ്. പക്ഷേ അത് സാധാരണമായ ഒരു പ്രത്യാശയല്ല. Not an usual hope, but a glorious hope, a hope of glory. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞേ, എനിക്കൊരു പ്രത്യാശയുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശ. അധരം തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, എനിക്കൊരു പ്രത്യാശയുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശ. ലോകം നിന്നെ നോക്കി തകർന്നുവെന്നും തീർന്നുവെന്നും പറയുമ്പോൾ, ലോകം നിന്നെ നോക്കി ഇനി നിനക്ക് ഭാവിയില്ല എന്ന് പറയുമ്പോൾ, ലോകം നിന്നെ നോക്കി ഇനി നിനക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എനിക്കൊരു പ്രത്യാശയുണ്ട്. ക്രൈസ്റ്റ്, എൻ്റെ അകത്ത് കിടക്കുന്ന ക്രിസ്തു എന്നിൽ പ്രത്യാശയെ ജനിപ്പിക്കുകയാണ്. ആമേൻ. എൻ്റെ വേരോടെ എന്നെ വെട്ടിയിട്ടാലോ ആമേൻ എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, യഹൂദൻ എന്ന പടുവൃക്ഷത്തെ, ദാവീദിന്റെ കൂടാരം എന്ന വൻവൃക്ഷത്തെ വെട്ടിയിട്ട് കളഞ്ഞു. പക്ഷേ വെട്ടപ്പെട്ട വൃക്ഷത്തെ നോക്കി യെശയ്യാ 11:1 പറയുകയാണ്, ദാവീദിന്റെ വേരുകൾക്കകത്തു നിന്ന് ഒരു കൊമ്പ് കയറി വന്ന് ഫലം കായ്ക്കുക. അതിൻ്റെ തായ്തടിയിൽ നിന്നല്ല, അതിൻ്റെ മുകളിലത്തെ ശാഖകളിൽ നിന്നല്ല, വെട്ടിയിട്ട വൃക്ഷത്തിൻ്റെ വേരിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതിനകത്തു നിന്നൊരു കൊമ്പ് കയറി വരാ, അത് ഫലം കായ്ക്കുക. ഇന്ന് പകൽ നിന്നെ വെട്ടിയെറിഞ്ഞ ഒരു വൃക്ഷം പോലെ, കാറ്റിനകത്ത് അടിച്ചോടിച്ചു കളഞ്ഞ ഒരു വൃക്ഷം പോലെ നിന്നെ ശൂന്യമാക്കിയെന്ന് ശത്രു പറഞ്ഞാലോ, ഇന്ന് പകൽ നീ തിരിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ വേര് മാത്രമേ ശേഷിച്ചിരിപ്പുള്ളായിരിക്കാം, പക്ഷെ ഈ വേരിനകത്തുനിന്ന് ഒരു കൊമ്പ് കയറി വരാ, ആ കൊമ്പ് ഫലം കായ്ക്കുക, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. A branch shall grow out of his roots. ഇന്ന് പകൽ എൻ്റെ സഹോദരങ്ങളെ, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഈ എന്നുള്ള ഭാഗം ബ്രാഞ്ച് എന്നുള്ളതിന് ക്യാപിറ്റൽ ബി ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ ബി? ക്യാപിറ്റൽ ബി കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം, ദൈവവുമായി ബന്ധപ്പെട്ട, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഏത് സംഗതി പറഞ്ഞാലോ ബൈബിളിൽ അത് ക്യാപിറ്റലിലായിരിക്കും കൊടുക്കുന്നത്. ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്, ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല ആമേൻ, ദൈവം എന്ന ബ്രാഞ്ചിന് പൊങ്ങി വരാൻ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു തായ്തടിയുടെ ആവശ്യം
ആവശ്യമില്ല. ഫ്രം ദ റൂട്ട്സ്, വെട്ടപ്പെട്ട ശേഷിപ്പിനകത്തു നിന്ന് he can grow from the roots. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞാട്ട്, എന്നിൽ ഒരു വേര് മാത്രമേ ശേഷിപ്പുള്ളൂ. മണ്ണിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു വേര് മാത്രമേ ശേഷിപ്പുള്ളൂ. പക്ഷേ ഇതിനകത്ത് നിന്ന് ഒരു ബ്രാഞ്ച്, ആമേൻ, ഒരു ക്യാപിറ്റൽ ബിയോട് കൂടിയ ബ്രാഞ്ച്, ഒരു സ്മോൾ ലെറ്റർ ബി അല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബ്രാഞ്ച് അല്ല, ദൈവത്തിന്റെ ബി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ കൊമ്പ്, ദൈവത്തിന്റെ കൊമ്പ് എനിക്ക് വേണ്ടി അതിൽ നിന്ന് കയറി വരോ. അജരാമരാജനം പ്രവചാലഗന്ധരാദി. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ ഒത്തിരി വൃക്ഷങ്ങൾ വെട്ടപ്പെടും. ഇതൊക്കെ മരം വെട്ടുന്ന സീസണാണ്. ഇന്നലെ രാത്രി ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്നപ്പോൾ എല്ലാ പ്രാവശ്യം വരുന്നതിനെക്കാട്ടിലും 1 മണിക്കൂറോളം എനിക്ക് വാഹനത്തിൽ അധിക സമയമെടുത്തു. കാരണം മരം വെട്ടിയ വാഹനങ്ങളെല്ലാം ഇങ്ങനെ പെരുമ്പാവൂരേക്ക് ഒന്നിനു പുറകെ ഒന്നായി പോയിക്കൊണ്ടിരിക്കുക. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, വെട്ടപ്പെട്ട മരത്തിൻ്റെ എല്ലാം വേരുകൾ അവിടെ കിടപ്പുണ്ട്. കാരണം ഒരു മരം മൊത്തം വെട്ടാനുള്ളതിൻ്റെ 4 ഇരട്ടി പാടാ. എന്താണെന്നറിയാമോ? ഒരു വേരളക്കാൻ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ കൊമ്പ് വെട്ടാൻ കഴിയോ, നിന്റെ ശാഖ വെട്ടാൻ കഴിയോ, നിന്റെ തായ്തടി വെട്ടാൻ കഴിയോ, പക്ഷേ നിനക്കൊരു വേര് ദൈവം അവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനെ പൊളിക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ വേര് ദൈവം അവിടെ ശേഷിപ്പിച്ചിരിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഒരു കൊമ്പിനെ മുളപ്പിച്ചെടുക്കാൻ എന്റെ ദൈവത്തിന് സാധ്യമാണ്. നിരാശ എൻ്റെ അകത്തുണ്ടോ? സങ്കടം എൻ്റെ അകത്തുണ്ടോ? ആകുലത എൻ്റെ അകത്തുണ്ടോ? ഭയം എൻ്റെ അകത്തുണ്ടോ? ഇല്ല. കാരണം എൻ്റെ അകത്തുള്ളത് ആരാ? യേശുവ. ആമേൻ. ഇന്ന് പകൽ കരം ഉയർത്തി പറഞ്ഞു, എൻ്റെ അകത്തുള്ളത് യേശുവ, എൻ്റെ അകത്തുള്ളത് യേശുവ. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് പകൽ ഞാൻ വിഷയത്തിലേക്ക് കയറട്ടെ. ആമേൻ. ക്രിസ്തു അകത്തു കിടക്കുമ്പോൾ, amen, there are many wounds in my heart. There are many dark memories in my heart. No, there is only hope of glory is in your heart. Jesus. എൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ഇല്ല. എൻ്റെ ഹൃദയത്തിൽ ഇരുണ്ട ഓർമ്മകൾ ഇല്ല. എൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷകളും പ്രത്യാശകളും മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ദൈവം നിന്റെ അകത്തു നിന്ന് ചില വൂണ്ടുകളെ ക്യാൻസൽ ചെയ്യാൻ പോകുക. ചില ഡാർക്ക് മെമ്മറീസിനെ ദൈവം എടുത്തു കളയാൻ പോകുകയാണ്. ഇത് ദൈവത്തിൻ്റെ പകലാണ്. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓർമ്മകളെ മായ്ച്ചു കളയുവാൻ ദൈവത്തിന് കഴിയുക. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, let the dark memories be erased and let the hope be generated in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇരുണ്ട ഓർമ്മകൾ മായട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശകൾ മുളച്ചു വരട്ടെ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഓർമ്മകൾ മായ്ക്കുക എന്ന വിഷയത്തിലേക്കാണ് ഞാൻ കയറുന്നത്. ഓർമ്മകൾ മായ്ക്കുക. എങ്ങനെയാണ് ഓർമ്മകൾ മായ്ക്കപ്പെടുന്നത്? ഒന്ന്, നമ്മുടെ ഹൃദയത്തിലെ വേദനയുടെ ഓർമ്മകളെ, പരാജയത്തിൻ്റെ ഓർമ്മകളെ, ചതിയുടെ ഓർമ്മകളെ, വഞ്ചനയുടെ ഓർമ്മകളെ ദൈവത്തിന് മറക്കുമാറാക്കുവാൻ, ദൈവത്തിന് എറേസ് ചെയ്ത് കളയാൻ കഴിയുക. ദൈവം ചില ഓർമ്മകളെ ഇല്ലാതാക്കുക. ഇന്ന് പകൽ പറഞ്ഞേ, എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില തിക്തമായ ഓർമ്മകൾ, ചില കയ്പിൻ്റെ ഓർമ്മകൾ, ചില മുറിവിൻ്റെ ഓർമ്മകൾ, അത് ദൈവം മായ്ച്ചു കളയുക. ദൈവം ഓർമ്മകളെ മായ്ച്ചു കളയുക. പുറപ്പാട് പുസ്തകം 17:14, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ഇസ്രായേലിൻ്റെ പിന്നണികളിൽ വന്ന ചതിയുടെ, വഞ്ചനയുടെ ആക്രമണം നടത്തിയ അമാലേക്കിൻ്റെ സൈന്യത്തെ നോക്കിയിട്ട് ദൈവം മോശയുടെ അടുക്കൽ പറയുകയാണ്, മോശെ, അമാലേക്കിൻ്റെ യുദ്ധം കഴിഞ്ഞോ, നീ ഒരു പാട്ടെഴുതി ഈ പുസ്തകത്തിലൊരു പാട്ടെഴുതി വെക്കണം. എന്നിട്ട് യോശുവയെ നീ
നീ അത് കേൾപ്പിക്കണോ എന്ന് പറഞ്ഞാൽ, യോശുവയെ കേൾപ്പിക്കണോ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആൻഡ് റിഹേഴ്സ് ഇറ്റ് ഇൻ ദ ഇയേഴ്സ് ഓഫ് ജോഷുവ. ആമേ എന്ന് പറഞ്ഞാൽ സ്തോത്ര, നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാട്ടുപാടി ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക, റിഹേഴ്സ് കൊടുക്കുകയാ. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പാടേണ്ടത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ദൈവം മോശ മുഖാന്തര യോശുവയുടെ കാതിൽ ഒരു പാട്ട് പാടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാട്ട് നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചുകൊള്ളണോ. ഇന്ന് പകൽക്കാല യുദ്ധം തീർന്ന മണ്ണിൽ പാട്ട് തരുന്ന ദൈവ, പ്രതികൂലം തീർന്ന മണ്ണിൽ പാട്ട് തരുന്ന ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ നീ സ്തോത്ര, നീ ഈ പുസ്തകത്തിനകത്തേക്ക് സ്തോത്ര ഒരു പാട്ട് എഴുതി വെച്ചിട്ട് ആ പാട്ട് യോശുവയുടെ ചെവിയിൽ അതിൻ്റെ ടൂണ് നീ ഒന്ന് പാടിക്കൊടുത്തേര്. എന്നിട്ട് എല്ലാ കാലത്തും എന്ത് ചെയ്യണം, ഈ പാട്ട് നിങ്ങൾ പാടണമെന്ന് പറയുക. എന്നിട്ട് പറയാ, നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാനൊരു പാട്ട് തരാ. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നീ ഓർത്തിരിക്കാൻ ഞാനൊരു പാട്ട് തരാ, പക്ഷേ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മായ്ച്ചു കളയാ. ഇന്ന് പകൽ ഞാൻ കയറുകയാണ് ഒന്നാമത്തെ വിഷയത്തിലേക്ക്. ദൈവം അമാലേക്കിൻ്റെ ഓർമ്മയെ മായ്ച്ചു കളയാ. The Lord shall erase. ദൈവം ഒരു ഓർമ്മയെ മായ്ച്ചു കളയുകയാണ്. ദൈവം ഒരു ഓർമ്മയെ മായ്ച്ചു കളയുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്കകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലെ ചില കൈപ്പേറിയ ഓർമ്മകളെ, ചില സങ്കടത്തിൻ്റെ ഓർമ്മകളെ, ചില പരാജയത്തിൻ്റെ ഓർമ്മകളെ, ചില വേദനയുടെ ഓർമ്മകളെ ദൈവം ആ ഓർമ്മകളെ മായ്ച്ചു കളയുകയാണ്. ചില ദേശങ്ങൾ നിനക്ക് നൽകിയ ഓർമ്മകൾ, ചില പ്രസ്ഥാനങ്ങൾ നിനക്ക് നൽകിയ ഓർമ്മകൾ, ചില വ്യക്തികൾ നിനക്ക് നൽകിയ ഓർമ്മകൾ, ചില കുടുംബങ്ങൾ നിനക്ക് നൽകിയ ഓർമ്മകൾ, ഇന്ന് പകൽ ദൈവ ഓർമ്മകളെ മായ്ക്കുന്ന പകലാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണോ. എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാവോ? ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന ശേഷം മായ്ച്ചു കളയാ. എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മുകളിൽ ദൈവം എന്ത് ചെയ്യത്തില്ല, അത് മായ്ച്ചു കളയത്തില്ല. ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്ര, അത് അണ്ടർ ഹെവൻ, സ്വർഗത്തിൻ്റെ കീഴെ ഞാൻ അവൻ്റെ ഓർമ്മയെ മായ്ച്ചു കളയാ, പക്ഷെ സ്വർഗത്തിൽ അത് മായ്ച്ചു കളയത്തില്ല. ഇന്ന് പകൽ നിന്നെ വേദനിപ്പിച്ച ചില ഓർമ്മകൾ, നിന്നെ സങ്കടപ്പെടുത്തിയ ഓർമ്മകൾ, നിന്നെ വലിച്ചു കീറിയ ചില ഓർമ്മകൾ, നിന്നെ നാണം കെടുത്തിയ ചില ഓർമ്മകൾ, നിന്നെ പൊട്ടി പാളിസാക്കി എന്ന് പറഞ്ഞ ചില ഓർമ്മകൾ സ്വർഗ ആകാശത്തിന്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയുകയാണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് മായ്ച്ചു കളയുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനത് മായ്ച്ചു കളയോ, പക്ഷെ എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനത് മായ്ക്കത്തില്ല. ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്നതാരാ? മനുഷ്യരാ. ആകാശത്തിന്റെ മുകളിൽ ജീവിക്കുന്നതാരാ? ദൈവമാ. കർത്താവ് പറയാ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ ഹൃദയത്തിൽ വലിയ കയ്പിന്റെ ഓർമ്മ കിടപ്പുണ്ട്, ഞാനത് മായ്ച്ചു കളയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനത് മായ്ച്ചു കളയാ, പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാനത് മായ്ച്ചു കളയത്തില്ല. എനിക്ക് എന്നിട്ട് അടുത്ത ഭാഗം ഇതാണ് പറയുന്നത്, നീ മറക്കും, നിന്നെ കൊണ്ട് ഞാൻ മറക്കുമാറാക്കാം, പക്ഷേ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ എറൈസ് ചെയ്യാ, പക്ഷെ എന്റെ ചങ്കിൽ ഞാൻ അത് കൊണ്ടു നടക്കാം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, തലമുറയായി അവൻ നിശേഷം ഛേദിക്കപ്പെടുന്നിടം വരെ എന്റെ ഹൃദയത്തിൽ അത് കിടക്കുക തന്നെ ചെയ്യാ. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് ചില വേദനയുടെ ഓർമ്മകളെ ദൈവം എടുത്തു മാറ്റുമ്പോൾ, ചില അപമാനത്തിന്റെ, ചില അപവാദത്തിന്റെ, ചില പരാജയത്തിന്റെ ഓർമ്മകളെ ദൈവം എടുത്തു മാറ്റുമ്പോൾ ദൈവം അത് കൈവിട്ടെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തിന്റെ എന്തൊരു ടാക്ടിക്കലി ആ കർത്താവ് സംസാരിക്കുന്നത്. എൻ്റെ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് ഞാൻ മായ്ക്കാം, പക്ഷെ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മായ്ക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മായ്ക്കാം, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനത് മായ്ക്കത്തില്ല. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിട്ട് പറയാ, മക്കളെ നീ അതങ്ങ് മറന്നേരടാ, നീ അതങ്ങ് വിട്ടേരടാ. അപ്പൻ കുഞ്ഞിൻ്റെ അടുക്ക പറയാ, നീ അതങ്ങ് വിട്ടേക്കാൻ. പക്ഷേ അപ്പൻ
നിന്റെ ഹൃദയത്തിൽ നിന്ന് മറക്കുവോ? അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് മറക്കുവോ? മറക്കത്തില്ല. സ്തോത്ര. നിങ്ങളുടെ കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കയ്യിലിരിക്കുന്ന ഒരു ലോലിപോപ്പ് ഒരുത്തം വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. അവൻ വാവിട്ട് കരയുമ്പോ അമ്മ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാ, മക്കളെ നീ അതങ്ങ് വിട്ടേരടാ, നീ അതങ്ങ് മറന്നു കളഞ്ഞേര്. അവൻ മറന്നു കളയോ? പക്ഷെ അവൻ്റെ അമ്മ മറന്നു കളയുമോ? ഇല്ല. അടുത്ത ഒരു ബഞ്ച് ലോലിപോപ്പ് വാങ്ങി അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനത് നുണഞ്ഞ് അവൻ്റെ മുഖത്ത് ചിരി വിടരുന്നിടം വരെയോ അവൻ്റെ അമ്മയുടെ അവൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ അത് കിടക്ക. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവം നിന്റെ ഹൃദയത്തിൽ നിന്ന് ചില വേദനയുടെ ഓർമ്മകളെ He is going to erase. He is going to put out from your heart, from under the heaven. Salata Rajanadi. നീ ഓർത്താൽ നിന്റെ മരണം വരെ ഓർക്കുക. പക്ഷെ ദൈവം ഓർത്താൽ മരണത്തിന് ഓർമ്മയെ മായ്ക്കാൻ കഴിയത്തില്ല. കർത്താവ് പറയുകയാണ്, തലമുറയെ ഞാനത് ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് മായ്ക്കാൻ കഴിയാത്ത ഓർമ്മയാണ് ദൈവത്തിൻ്റെ ഓർമ്മ. ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. നീ ചിലത് മറക്കോ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം ചിലത് മായ്ച്ചു കളയോ. പക്ഷെ ദൈവം മറക്കത്തില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം ചിലത് മായ്ച്ചു കളയോ. പക്ഷെ ദൈവം മറക്കത്തില്ല. ഇന്ന് പകൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു മഞ്ഞ് പൊതിയുന്നത് പോലെ, ഒരു ഐസ് പാക്ക് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലരെ ഐസ് പാക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പൊടി ഐസ് വാരി, ഇങ്ങനെ ക്രഷ്ഡ് ഐസ് വാരി, ഐസിന്റെ പൊടി ഇങ്ങനെ വാരി ചിലരെ ഇങ്ങനെ കവർ ചെയ്യുന്നത്, ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു അഭിഷേകമാണ്. എന്റെ മനസ്സിൽ നിന്ന് ഓർമ്മയെ ദൈവം മായ്ക്കുകയാണ്. പക്ഷെ അതിനോട് ചേർത്ത് തമ്പുരാൻ ഒരു കാര്യം പറയുക, ഞാൻ മറക്കത്തില്ല. ദൈവം ഓർമ്മകളെ മായ്ച്ചു കളയും. എന്നാൽ യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ അടുക്കൽ പറയുക. ആമേൻ. അതിന്റെ 15-ാം വാക്യം, അതിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. 15-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ പരിശുദ്ധനാണ്, ഞാൻ നിന്റെ സൃഷ്ടാവാണ്, ഞാൻ നിന്റെ രാജാവാണ്, നീ എന്നെ നന്നായി അറിയണം. എന്നിട്ട് അതിന്റെ 18-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എന്നെ നന്നായി അറിയണം. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു, സ്തോത്ര, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചിലത് മായ്ച്ചു കളയും. പക്ഷേ എല്ലാം ദൈവം മായ്ച്ചു കളയത്തില്ല. ചിലത് നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയാ, നീ അത് ചെയ്യണമെന്ന് പറയാ. ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരോട് പറയുകയാണ്, നീ ഇനി അത് ഓർക്കരുത്, അവൻ്റെ പേര് പോലും നീ ഓർക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ഫോണിൽ നിന്ന് ചിലതിനെ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാട്ടെ, നിന്റെ സിസ്റ്റത്തിൽ നിന്ന് നീ ചിലതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാട്ടെ. ഇനി നീ അത് നിന്റെ ഓർമ്മയിൽ സൂക്ഷിക്കണ്ട, നിന്റെ കിതാബിൽ ഇനി അത് ഇട്ടേക്കണ്ട, നീ അത് മായ്ച്ചു കളഞ്ഞേര്. ഫോർഗെറ്റ് ഇറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പോലെ നീ ചിന്തിക്കണ്ട. അവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. നീ ഓർക്കരുത്, നീ അതിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ നിനക്ക് തൊഴി കിട്ടിയെന്ന് നീ ഓർക്കുകയും ചെയ്യരുത്. ഇന്നലത്തെ തൊഴി കൊണ്ട് എൻ്റെ നടുവിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നീ ആകുലപ്പെടുകയും ചെയ്യരുത്. അതാണ് നിരൂപിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നലെ നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞത് നീ അങ്ങ് മറന്നേര്. പിന്നെ ആ അപവാദം കൊണ്ട് നിനക്ക് വല്ലതും പറ്റുമോ എന്ന് നീ കുത്തിയിരുന്ന് ചിന്തിക്കുകയും വേണ്ട. ആമേ. ഇന്നലെ നിന്നെ കുറെ ദ്രോഹിച്ചത് നീ അങ്ങ് മറന്നേര്. പിന്നെ ആ ദ്രോഹം കൊണ്ടൊക്കെ നിന്റെ ഭാവിക്ക് എന്തെങ്കിലും ദോഷം വരുമോന്ന് നീ ഇരുന്ന് ആലോചിക്കുകയും വേണ്ട. പറയുകയാണ്, നീ ചിലതിനെ മറക്കണം, നീ ചിലതിനെ കുറിച്ച് ആലോചിക്കരുത്. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനകളിലേക്ക് സഭ ഒരുമിച്ച് കയറുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് ചിലരുടെ അടുക്കൽ കർശനമായി പറയുന്നു, അതിനെ ഓർക്കരുത്. ഡു നോട്ട് റിമെമ്പർ, ഡു നോട്ട് കൺസിഡർ ദോസ് തിങ്സ്. ആമേ. ആ പഴയ കാര്യങ്ങളെ നീ ഓർക്കരുത്. ആ പഴയ കാര്യങ്ങളെ കുറിച്ച് നീ ആലോചിച്ച് നിന്റെ തല പുണ്ണാക്കരുത്, നിന്റെ മനസ്സ് ഭാരപ്പെടുത്തരുത്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, ഞാൻ നിന്റെ പരിശുദ്ധനാണ്, ഞാൻ നിന്റെ സൃഷ്ടാവാകുന്നു, ഞാൻ നിന്റെ
രാജാവാകുന്നു. അതുകൊണ്ട് നീ മറക്കേണ്ടതിനെ മറക്കണോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മറക്കേണ്ടതിനെ മറക്കണോ. ഇന്ന് പകൽ എത്ര പേർ പറയോ, ഞാൻ മറക്കേണ്ടതിനെ മറക്കുക തന്നെ ചെയ്യാം. ഞാൻ മുൻപോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. സ്തോത്ര. ഒന്ന്, ദൈവം നമ്മളിൽ നിന്ന് ചിലതിനെ മറക്കുമോ, ദൈവം നമ്മളിൽ നിന്ന് ചിലതിനെ ആമേൻ മായിച്ചു കളയുക. രണ്ട്, ദൈവം നമ്മളോട് ചിലത് മറക്കാൻ പറയുക. എന്നാൽ ഇത് രണ്ടും പോലെ, ഒന്ന് ദൈവം അത് ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ്, the sole purpose of God. അടുത്തതായിട്ട് അത് നമ്മുടെ മാത്രം പ്രവൃത്തിയാണ്. എന്നാൽ മൂന്നാമതൊരു തലമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 51 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി 41:51 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ക്ഷാമകാലം വരും മുമ്പേ യോസെഫിന് 2 പുത്രന്മാരെ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. അടുത്തത്, എൻ്റെ സകല കഷ്ടതയോ എൻ്റെ പിതൃഭവനവുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തൻ്റെ ആദ്യജാതന് മനശ്ശേ എന്ന് പേരിട്ടോ. അവിടെ 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 യോസെഫ് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. He hath made me forget all my toil and all my father's house. He hath made me forget. അവൻ എന്നെ മറക്കുമാറാക്കി. എങ്ങനെയാണ് ദൈവം യോസെഫിനെ മറക്കുമാറാക്കിയത്? യോസെഫിന് ദൈവം ഒരു മനസ്സയെ നൽകി. ആ മനസ്സയെ നൽകിയിട്ട് ദൈവം പറയുകയാണ്, എടാ നിനക്കൊരു മനസ്സെ കിട്ടിയില്ലേ, ഞാൻ നിനക്കൊരു മനസ്സെ തന്നില്ലേ, ഞാൻ നിനക്കൊരു ആദ്യജാതനെ തന്നില്ലേ, നീ പൊട്ടക്കുഴിയിൽ തീരുമെന്ന് പറഞ്ഞ ഇടത്ത്, നീ അടിമച്ചന്തയിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞ ഇടത്ത്, നീ കാരാഗ്രഹത്തിൽ അവസാനിക്കുമെന്ന് പറഞ്ഞ ഇടത്ത്, ഞാൻ നിന്നെ ഒരു പുരോഹിതന്റെ കുടുംബത്തിൽ കൊണ്ട് കയറ്റിയില്ലേ, ഞാൻ നിന്നെ ഒരു രാജഗ്രഹത്തിൽ കൊണ്ട് കയറ്റിയില്ലേ, ഞാൻ നിനക്ക് ഒരു തലമുറയെ നൽകിയില്ലേ, ഞാൻ ചെയ്ത നന്മകൾക്കകത്ത് നിന്നുകൊണ്ട് നീ തിന്മകളെ മറക്കണോ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിനക്ക് നൽകിയ നന്മകൾ നീ തിന്മകളെ മറക്കുവാനാണ്. ദൈവം എനിക്ക് നൽകിയ നന്മ എൻ്റെ തിന്മകളെ മറക്കുവാനാണ്. യോസെഫിന് ആദ്യജാതൻ ജനിച്ചപ്പോൾ യോസെഫ് വിളിച്ചു പറഞ്ഞു, മനസ്സേ, എൻ്റെ മനസ്സിലെ മുറിവുകളെ മറക്കുവാൻ ദൈവം നൽകിയ ദാനമാണിവ. ഇന്ന് പകൽക്കാല ദൈവം നിനക്ക് നൽകിയ അഭിഷേക നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകിയ അഭിഷക്തന്മാർ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകിയ ബന്ധങ്ങൾ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകിയ കൂട്ടായ്മ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന എൻകൗണ്ടറുകൾ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന കൃപാവരങ്ങൾ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന അഭിഷേക നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന ആത്മീയ അനുഭവങ്ങൾ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന വെളിപ്പാടുകൾ നീ ചിലതിനെ മറക്കാനാ. ദൈവം നിനക്ക് നൽകുന്ന ശുശ്രൂഷകൾ നീ ചിലതിനെ മറക്കാനാ. ഇന്ന് പകൽ ദൈവം നിനക്ക് ചിലതിനെ കയ്യിൽ വെച്ച് തരികയാണ്. To make you forget. ചിലതിനെ നീ മറക്കുക. ഇന്ന് പകൽക്കാല സ്വർഗം ഇതിനകത്ത് ചിലരുടെ മേലൊരു നന്മ റിലീസ് ചെയ്യുന്നു. ചിലരുടെ മേലൊരു അനുഗ്രഹത്തെ സ്വർഗം ഇതിനകത്ത് ഓപ്പണാക്കുന്നു. നീ ചിലതിനെ മറക്കുവാൻ ദൈവം നിനക്കൊരു നന്മ തരികയാണ്. ഇന്ന് പകൽ ദൈവം നിനക്കൊരു നന്മ തരികയാണ്. ചിലതിനെ മറക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നീ ചിലതിനെ മറക്കണം. ഇന്ന് പകൽക്കാല നീ ചിലതിനെ മറക്കണം. ഇസഹാക്കിന് റബേക്കയെ കിട്ടി. റബേക്ക അവളെയും കൊണ്ട് എവിടേക്ക് കടന്നുപോയി? ആമേ, സാറയുടെ കൂടാരത്തിലേക്ക് കടന്നുപോയി. ഇനിയോ ആ കൂടാരത്തിൽ സാറയുടെ ഓർമ്മ അവശേഷിക്കുകയല്ല, പകരം റിബേക്കയുടെ ചലനങ്ങൾ ജനിക്കുകയാണ്. ഇന്നലകളിൽ വരുത്തിയ മരണത്തിന്റെ മുറിവ് നിന്റെ കൂടാരത്തിൽ തളം കെട്ടി നിൽക്കരുത്. സാറയുടെ ഗന്ധമല്ല നിന്റെ കൂടാരത്തിൽ നിൽക്കേണ്ടത്, റിബേക്കയുടെ വാസന നിന്റെ കൂടാരത്തിൽ നിറയട്ടെ. സാറയുടെ ഓർമ്മകളല്ല നിന്റെ കൂടാരത്തിൽ നിറയേണ്ടത്, റിബേക്കയുടെ സ്പന്ദനങ്ങൾ നിന്റെ കൂടാരത്തിൽ നിറയട്ടെ. ഇതാ ഈ ആരാധനയ്ക്കകത്ത് ചില മരണം വരുത്തിയ മുറിവുകളെ ദൈവം ചില കൂടാരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഇനിയും അത് സാറയുടെ കൂടാരമല്ല, ഇനിയും അത് റിബേക്കയുടെ
മരണങ്ങളുടെ കൂടാരമാണ്. ചില മരണങ്ങൾ വരുത്തിയ ചില സ്റ്റാഗ്നൻസികൾ, ചില നിശ്ചലതകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ചിലരെ അതിന്റെ അടുത്ത തലത്തിലേക്ക്, അടുത്ത ലെവലിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യുകയാണ്. നീ ഒരു അനാഥനെന്ന് ഇനി പറഞ്ഞുകൊണ്ടിരിക്കരുത്, നീ ഒരു വിധവയെന്ന് ഇനി പറഞ്ഞുകൊണ്ടിരിക്കരുത്, നീ ആരുമില്ലാത്തവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്നലകളിലെ ചില മുറിവുകളെ, ഇന്നലകളിലെ ചില മുറിവുകളെ എലീമലേക്ക് കൊല്ലപ്പെട്ടോ, മഹ്ലോൻ കൊല്ലപ്പെട്ടോ, കില്യോൻ കൊല്ലപ്പെട്ടോ. പക്ഷേ ബോവസിനും രൂത്തിനോ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നവോമിയെ നോക്കി ജനം പറഞ്ഞു, നവോമി, നിന്റെ മഹ്ലോന്റെ വേദന മാറാൻ, നിന്റെ കില്യോന്റെ വേദന മാറാൻ, നിന്റെ മോവാബിന്റെ സങ്കടം മാറാൻ ഇതാ ദൈവം നിനക്ക് ഒരു മകനെ ജനിപ്പിച്ചിരിക്കുന്നു. നിന്റെ പിതൃഭവനത്തെയോ നിന്റെ കഷ്ടതയെയോ മറക്കുവാൻ ദൈവം നിനക്ക് ചിലത് നൽകുന്നു. Receive it from the hand of God. പൗലോസ് പറയുകയാണ്, എനിക്കിനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം, ഞാൻ പിൻപിലുള്ളതിനെ മറന്നു. എന്തിനാണ് താൻ പിൻപിലുള്ളതിനെ മറന്നത്? താൻ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഞാൻ പിൻപിലുള്ളതിനെ മറന്നു, മുൻപിലുള്ളതിനായിട്ടായുകയാണ്. എന്താണ് അതിൻ്റെ റീസൺ? അവിടെ 3 കാര്യങ്ങൾ പറയുകയാണ്. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ മറന്നേ പറ്റത്തുള്ളൂ. അല്ല, പിമ്പിലുള്ളതെല്ലാറ്റിനും എനിക്ക് മറക്കണം. കാരണം എന്നെ ഭരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, പരമമായൊരു വിളി, ദ ഹൈ കോളിംഗ്. എന്നെ ഉന്നതമായൊരു വിളി എൻ്റെ മേളിൽ കിടപ്പുണ്ട്. വിളിയെ ഓർക്കുന്നവൻ പഴയതിനെ മറക്കും. അടുത്തതായിട്ട് പറയുക, പരമമായ വിളി. ആ വിളിക്ക് എന്തുണ്ട്? ഒരു വിരുദുണ്ട്, ഒരു പ്രൈസ് ഉണ്ട്. അടുത്തതായിട്ട് പറയുക, ആ പ്രൈസ് മേടിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? ലാക്കിലെത്തണം. ഇന്ന് പകൽക്കാല നിന്റെ മുകളിൽ ഒരു കോളിങ് കിടപ്പുണ്ട്, നിന്റെ മുകളിൽ ഒരു ഗോള് കിടപ്പുണ്ട്, നിന്റെ മുകളിൽ ഒരു ഡെസ്റ്റിനേഷൻ കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഇന്നലകളിലെ ചില വേദനകളെ പിടിച്ചുകൊണ്ടിരിക്കരുത്. നിന്നെ ആ വേദനകൾക്കകത്തു നിന്ന് ദൈവം വിളിച്ചതാണ്. നീ എത്തിച്ചെല്ലാൻ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ട്. പരമവിളിയുടെ വിരുദിനായിട്ട് നീ എവിടെ എത്തിയാലേ അത് കിട്ടത്തുള്ളൂ. ലാക്കിൽ, ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇന്നലകളിലെ വേദനകളിലെ നീ ഹുക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ പകരം നിന്റെ മുമ്പിലുള്ളതിലേക്ക് നീ ആഞ്ഞാട്ട്. ചില നാളുകൾക്ക് മുൻപേ ഒരു സംഗതിയുമായി സംസാരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു. എൻ്റെ അടുക്കൽ ചോദിച്ചോ, മകനെ, മോനെ, നമ്മുടെ വണ്ടിക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ എത്ര ഗ്ലാസ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, ഒരു വലിയ ഗ്ലാസ്. വലിയ ഗ്ലാസ് അല്ലാതെ എത്ര മിററുകൾ ഉണ്ടെന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, 3 മിററുകൾ. എൻ്റെ അടുക്കൽ പറഞ്ഞൊരു ഭാഗമാണ്, മോനെ, 3 മിററുകൾ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ആ 3 മിററിൽ നോക്കിയല്ല വണ്ടി ഓടിക്കുന്നത്, നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. എപ്പോഴും സിംഗിൾ സാഹചര്യം വരുമ്പോൾ റിയർ വ്യൂ മിററിൽ നോക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ റിയർ വ്യൂ മിററിൽ നോക്കി നമുക്ക് മുൻപോട്ട് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാനത് എൻ്റെ ദൈവജനത്തോട് പറയുകയാണ്, റിയർ വ്യൂ മിററിൽ നോക്കി വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. നീ പുറകോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില ആപത്തുകൾ വരുമ്പോൾ, ചില ജംഗ്ഷനുകൾ വരുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ചില ക്രൈസിസുകൾ വരുമ്പോൾ നീ റിയർ വ്യൂ മിററിൽ നോക്കണം. അത് ആവശ്യമാണ്. ചില എൻഡ്യൂറുകൾ നീ ചെയ്യുമ്പോൾ നീ റിയർ വ്യൂ മിററിൽ നോക്കണം. അത് ആവശ്യമാണ്. ചില ടേണിങ്ങുകൾ നീ എടുക്കുമ്പോൾ നീ റിയർ വ്യൂ മിററിൽ നോക്കണം. അത് ആവശ്യമാണ്. പക്ഷെ നിന്റെ ബുദ്ധിയെ തിരിക്കാൻ 3 റിയർ വ്യൂ മിററുകൾ ഉണ്ടെങ്കിലോ നിന്റെ നോട്ടം എവിടേക്ക് മാത്രമേ ആയിരിക്കാവോ? ഫ്രണ്ട് വ്യൂവിലേക്ക് മാത്രമേ ആകാവോ. ഇന്ന് പകൽക്കാല നീ മുമ്പിലോട്ട് നോക്കിക്കൊള്ളണം. കാരണം എന്താണെന്നറിയാമോ? അവിടെ നിനക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ നിനക്കൊരു പ്രൈസ് ഉണ്ട്. നിന്നെ വിളിച്ചത് ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു വിളിയാലാണ്. ഇന്ന് പകൽ പറഞ്ഞാട്ട് സാധാരണക്കാരന് കിട്ടിയ ഒരു വിളിയല്ല.
എൻ്റെ മേളിൽ കിടക്കുന്നത് പരമവിളി എന്ന് പറഞ്ഞാൽ ഹൈ കോളിംഗ്. ഹൈ കോളിംഗ്, ഹൈ കോളിംഗ്. എന്താണ് ഹൈ കോളിംഗ് എന്ന് പറഞ്ഞാൽ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ പുല്ല് ചെത്താൻ ഒരാളെ വിളിക്കണം. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറാൻ ഒരാളെ വിളിക്കണം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ സഹായത്തിന് വരുന്ന ചേച്ചിയുടെ അടുക്ക പറഞ്ഞു വിടോ, ആമേൻ, ഒരു തെങ്ങേറ്റക്കാരനെ കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം എന്ന് പറയുക. സ്തോത്രം. എന്നാൽ സ്തോത്രം, നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക, ആമേൻ, അല്ലെ നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുക, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളെ നമുക്ക് ക്ഷണിക്കണം. നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആളിനെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ കല്യാണം കൊണ്ട് വന്നിട്ടുണ്ടോട്ട് പോക്കണമെന്ന് പറയുമോ? പറയുകയില്ല. നമ്മൾ ഒരുങ്ങി സ്തോത്ര ആദരവോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, ഞാൻ ആദ്യം വിളിക്കുന്നത് താങ്കളെയാകുന്നു. അതാണ് കോളിംഗ്. വിളിക്കുന്നത് അവിടുത്തെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല, പകരം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഇന്ന് പകൽക്കാല ആമേ സെക്രട്ടേറിയറ്റിൽ നിന്നല്ല വിളിക്കുന്നത്, കളക്ടറേറ്റിൽ നിന്നല്ല വിളിക്കുന്നത്, ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നുമല്ല വിളിക്കുന്നത്. CM തൻ്റെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് നിന്നെ വിളിച്ചിട്ട് പറയാ, നീ എന്നെ ഒന്ന് വന്ന് കാണണമെന്ന്. അതാണ് ഹൈ കോളിംഗ്. ആമേൻ. ഒരു ഒഫീഷ്യൽ അല്ല, ഒരു സ്റ്റാഫ് അല്ല നിന്നെ വിളിക്കുന്നത്, ഒരു മെമ്മോ അല്ല നിനക്ക് വരുന്നത്, തൻ്റെ സ്വന്തം കൈപ്പടയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒരു കോമൺ ലെറ്റർ അല്ല. ഈ നാളുകളിലൊക്കെ നമുക്ക് മെയിലുകൾ വരിക, ആമേൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് മെയിൽ. എന്നിട്ട് അതിനകത്ത് ലാസ്റ്റിൽ എഴുതിയിരിക്കുക, ഇതിന് നിങ്ങൾ റിപ്ലൈ ഒന്നും അയക്കണ്ട. ആമേ, അത് നാട്ടുകാർക്ക് എല്ലാവർക്കും പോകുന്നതാണ്. ആമേ, എന്നാൽ എനിക്ക് നിങ്ങൾക്കും കിട്ടിയത് റിപ്ലൈ വേണ്ടാത്ത കമ്പ്യൂട്ടർ ജനറേറ്റഡ് സാധാരണ കോളിംഗ് അല്ല, ഹൈ കോളിംഗ്. അവൻ്റെ സ്വന്തം പേഴ്സണൽ ഐഡിക്കകത്തുനിന്ന്, അവൻ്റെ സ്വന്തം പേഴ്സണൽ മെയിൽ ഐഡിക്കകത്തുനിന്ന്, അവൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്തുനിന്ന് നിനക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് എൻ്റെ മോനെ എന്ന് വിളിച്ച് നിനക്ക് ഇട്ട ഒരു മെയിലാണ്. You are the possessor of, you are the inheritor of the high calling. ഉന്നത വിളിക്ക് യോഗ്യനാണ് നീ. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് നീ മറന്നു പോകരുത്. പകരം പഴയതൊക്കെ മറന്നാട്ടെ. എന്നെ വിളിച്ച വിളി, ഈ വിളിക്കൊരു പ്രൈസ് ഉണ്ട്. എന്നെ വിളിച്ചത് വെറുതെ അല്ല. എന്നെ വിളിച്ചവൻ എന്നെ മാനിക്കുവാൻ എനിക്കൊരു കിരീടം തരാം. അത് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക് നൽകുന്ന തേജസ്സിന്റെ വാടാത്ത കിരീടം. എനിക്കൊരു പ്രൈസ് ഉണ്ട്. എനിക്ക് തരും ബഹുമാന, എനിക്ക് തരും തേജസ്സിന്റെ വസ്ത്ര. മാത്രമല്ല അത് എവിടെ തരാമെന്നാ പറഞ്ഞത്? അവൻ ഈ ഭൂമിയിൽ എവിടെങ്കിലും വെച്ചൊരു കിരീടം തരാമെന്നല്ല പറഞ്ഞത്. പകരം ലാക്കിലേക്ക് എത്തുമ്പോൾ, എൻ്റെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തുമ്പോൾ, I shall reach my destination on the holy land, on the glorious land, on the other abode, on the heavenly palaces. ഞാൻ സ്വർഗീയ നഗരത്തിൽ, ആ മറുതീരത്തിൽ, ആ അക്കരയിൽ ഞാൻ എത്തുമ്പോൾ I shall receive the prize according to the high calling. ആകയാൽ നൊടി നേരത്തേക്കുള്ള എൻ്റെ ലഘുവായ സങ്കടത്തെ ഞാൻ മറക്കോ. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം ചെയ്യട്ടെ. മറക്കണം. ആമേൻ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ആരാധന ഒരല്പം താമസിച്ചാണ് പോകുന്നത്. പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് വചനത്തിലേക്ക് കയറുവാൻ താമസമുണ്ടായി. അമ്മേ, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. അമ്മേ, ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെയും വിശ്വാസവീരന്മാരെയും കുറിച്ച് പറയുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ആമേൻ. ഭാവികാലം സംബന്ധിച്ച് ഇസ്ഹാക്ക് യാക്കോബിനോടും ഏശാവിനോടും പറഞ്ഞത് മുഴുവൻ, അനുഗ്രഹിച്ചത് മുഴുവൻ എന്ത് സംബന്ധിച്ചാണ്? ഭാവികാലം സംബന്ധിച്ച്. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, മക്കളുടെ അടുക്കൽ നിങ്ങളുടെ ഉപ്പുപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നെന്നോ, നിങ്ങളുടെ വല്യമ്മച്ചിക്ക് റോൾസ് റോയ്സ് ഉണ്ടായിരുന്നെന്നോ വല്ല പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് എന്തിനെ കുറിച്ച്?
കുറിച്ചാണ്, ഭാവി കാലം സംബന്ധിച്ച്. യെസ്, നിങ്ങളുടെ പിതാക്കന്മാരാരായിരുന്നുവെന്നോ നിങ്ങളുടെ കുടുംബം എന്തായിരുന്നുവെന്നോ ഉള്ളത് നിങ്ങളുടെ തലമുറകളെ ബാധിക്കുമെന്നുള്ളതല്ല പറയേണ്ടത്. അവരോട് പറ, മക്കളെ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുക. അതെന്തിൻ്റെ അടയാളമാണ്? ദാറ്റ് ഈസ് ഫെയ്ത്ത് ലൈഫ്. ആമേ, അതാണ് വിശ്വാസ ജീവിത. സ്തോത്ര. ഞാൻ ഒരിടത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മാതാവ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആമേൻ പാസ്റ്റർ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താണ് പറയാനുള്ളതെന്നറിയാമോ? സ്തോത്ര, എൻ്റെ മരുമകന് സ്തോത്രം ഒരു ജോലി ഉണ്ടല്ലോ, സർക്കാർ ജോലി. ആ സർക്കാർ ജോലി കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ അപ്പൻ സർവീസിൽ ഇരുന്നപ്പോൾ മരിച്ചു, അതുകൊണ്ടാണ് അവന് സർക്കാർ ജോലി കിട്ടിയത്. എന്നിട്ട് അടുത്തതായിട്ട് പറയുക, എൻ്റെ മനസ്സിലൊരു വല്ലാത്ത തോന്നലുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ്റെ ജോലി ഇവൻ്റെ കൊച്ചിനും കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പറയരുത്. ആമേൻ. ഭാവി കാലത്തിൽ ഇന്നലകളിൽ വേട്ടയാടിയ ദുർശക്തികൾ ഇല്ല പാസ്റ്റർ, എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നോടിത് പറഞ്ഞ് 4 വർഷങ്ങൾ കഴിയുമ്പോൾ സ്തോത്ര അതേ സംഭവം ആ വീട്ടിൽ ആവർത്തിച്ചോ. കാരണം എന്താണെന്നറിയാമോ? ഈ അമ്മച്ചി പ്രതീക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ എന്താണ്? ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻ. ഇന്ന് പകൽക്കാല ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ പറയട്ടെ, എറൈസ് ദ ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻ. ഇന്നലകളിൽ നിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത് ഇനി എൻ്റെ ചരിത്രത്തിൽ സംഭവിക്കത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എൻ്റെ വല്യപ്പന്മാരെല്ലാം കള്ളുകുടിയന്മാരായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കള്ളു കുടിക്കത്തില്ല. എൻ്റെ മക്കൾ കള്ളുകുടിയന്മാരാകത്തില്ല. എൻ്റെ വല്യപ്പന്മാരൊക്കെ വഴി കിടന്നുറങ്ങിയവരാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രാജ്യങ്ങളിൽ നല്ല വീടുകളിൽ കിടന്നേ ഉറങ്ങത്തുള്ളൂ. എൻ്റെ വല്യപ്പന്മാരൊക്കെ വായി വന്ന സകല അസഭ്യവും പറഞ്ഞുകൊണ്ട് നടന്നവരായിരിക്കാം, പക്ഷെ എൻ്റെ വായിൽ നിന്ന് സ്തുതി മാത്രമേ വരത്തുള്ളൂ. Erase the historical repetitions. ചരിത്രപരമായ ആവർത്തനങ്ങൾ, ചരിത്രപരമായ ആവർത്തനങ്ങൾ അത് മറികടക്കുക തന്നെ ചെയ്യണം. ചില കുടുംബങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇത്ര വയസ്സാകുമ്പോൾ ആ വീട്ടിലെ പുരുഷന്മാർ മരിക്കുക, ഇത്ര വയസ്സാകുമ്പോൾ ആ വീട്ടിലെ വിധവകൾ മരിക്കുക. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, erase the historical repetition. അതിനെ ബ്ലോക്ക് ചെയ്യുക, അതിനെ സാധിപ്പിക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ 69-ാമത്തെ വയസ്സിൽ എല്ലാ പുരുഷന്മാരും മരണപ്പെടുമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ, ഇതല്ല. എൻ്റെ പിതാവിന് 68 വയസ്സാകുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു കാര്യം പറഞ്ഞു, അടുത്ത വർഷം നിൻ്റെ അപ്പൻ്റെ മരണമാണ്, അടുത്ത വർഷം നിൻ്റെ അപ്പൻ്റെ മരണമാണ്. എൻ്റെ മനസ്സുകൊണ്ട് ഞാനതിനെ പൊരുത്തപ്പെടണമോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ പിതാവിന് 69 വയസ്സ് തികഞ്ഞ് 2 ആഴ്ച തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് മരണകരമായ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്ര, ഞാൻ എൻ്റെ ദയ നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയായി നീണ്ടു നിൽക്കുന്നതാണെന്ന്. ആ രാത്രി എൻ്റെ ചുറ്റിനും നിന്ന് ഞങ്ങളുടെ കുടുംബക്കാര് എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചത്, സ്തോത്ര, ഭാഗം വെച്ചിട്ടുണ്ടോ എന്ന്. സ്തോത്ര, മരിച്ചാൽ എവിടെ അടക്കുമെന്ന്, സ്തോത്ര, റെക്കോർഡ്സ് എല്ലാം കയ്യിലിരിപ്പുണ്ടോ എന്ന്, ചേട്ടൻ എത്ര ദിവസത്തിനകം വരാൻ കഴിയുമെന്ന്. പക്ഷെ അന്ന് രാത്രി ദൈവം എൻ്റെ അന്തരാത്മാവിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, പാരമ്പര്യ ശാപങ്ങളല്ല, എൻ്റെ ദയ തലമുറയായി കിടക്കുമെന്ന്. ഇന്ന് രാത്രി അനുഭവ സാക്ഷ്യത്തിനകത്ത് നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻസ്. അത് അഭിഷക്തന്റെ കുടുംബത്തെ ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻസ്, അത് അഭിഷക്തന്മാരുടെ, അത് ദൈവജനത്തിന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അവസാന അതിൻ്റെ ഡിസ്ചാർജ് സമയമാകുമ്പോൾ അതിൻ്റെ തലേ ദിവസങ്ങളിൽ സോഡിയം കുറഞ്ഞ് ഭയങ്കരമായി ഇക്കിള് വീഴാൻ തുടങ്ങി. സ്തോത്ര. അപ്പോൾ ഞാനൊന്ന് ഉൾപ്പെട്ട് നിന്നിരുന്നതായ ആ സഭയിൽ ഉള്ളവർ അവരുടെ അടുക്കൽ ഈ ഇൻഫർമേഷൻ എത്തി. അപ്പോൾ അവർ ചിന്തിച്ചു, അവരുടെ കാഴ്ചപ്പാടിൽ ഇക്കിള് വീഴുന്നത് എന്തിൻ്റെ ലക്ഷണമാണെന്നറിയാമോ? മരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത 2-3 പേര് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പരിമല ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ വന്നോ. എന്തിനാണെന്നറിയാമോ? അന്ത്യകുദാശ നടത്താൻ. കോവിഡിന്റെ നിബന്ധനകളുള്ള കാലമാണ്. സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചോ, ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, എന്ത് വേണമെന്ന്. എൻ്റെ ഹൃദയത്തിന്റെ അകതാരിൽ പറഞ്ഞു, അന്ത്യകുദാശ കൊടുക്കാൻ വന്നവനാ, കേറ്റരുതകത്തെന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരുത്തനെയും കേട്ടണ്ട, അന്ത്യകുദാശ കൊടുക്കാൻ സമയമായിട്ടില്ലെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഞാൻ എൻ്റെ മൂത്ത സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ച, അന്ത്യകുദാശ നടത്താനുള്ള
പരിപാടികളായി ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുത്തനെ അകത്തു കയറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൻ്റെ അകതാരിൽ നിന്ന് ഞാൻ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, മരണപാശങ്ങൾ നിന്നെ ചുറ്റ, അഗാധ പ്രവാഹങ്ങൾ നിന്നെ വളയ, കഷ്ടവും സങ്കടവും നിന്നെ പിടിക്കുക. പക്ഷേ ഹിസ്റ്റോറിക്കൽ റിപ്പറ്റീഷൻസ് നിന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല. ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. മുമ്പുള്ളവയെ ഓർക്കരുത്, പഴയവയെ നിരൂപിക്കരുത്. ഇതാ ദൈവ ആമേൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാ ക്രൈസ്തവ കൈരളി പാടുന്നത്, പറഞ്ഞാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടുകേൾവി പോലുമില്ലെന്ന് ജനം പറയോ, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യോ. ഇന്ന് പകലാധരം തുറന്ന് പറഞ്ഞേ, ഇതാ അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഞാൻ മുമ്പുള്ളവയെ ഓർക്കത്തില്ല, പഴയ നിരൂപിക്കത്തില്ല. ഇന്ന് പകൽക്കാല ഹിസ്റ്റോറിക്കൽ റെപ്പറ്റീഷൻസ് ക്യാൻസൽ ആകട്ടെ. നീ ഭാവികാലം സംബന്ധിച്ച് സംസാരിക്കണം. നീ ഭാവികാലം സംബന്ധിച്ച് മക്കളെ അനുഗ്രഹിക്കണം. നിന്റെ വലിയപ്പന്റെ ഷേപ്പ് നിന്റെ മക്കൾക്ക് വരത്തില്ലെന്നേ. നിന്റെ വലിയപ്പന്റെ സ്വഭാവം നിന്റെ മക്കൾക്ക് വരത്തില്ലെന്നേ. നിന്റെ വലിയപ്പന്റെ മരണത്തിന്റെ പ്രായം നിന്റെ തലമുറകളെ അലട്ടത്തില്ലെന്നേ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. Holy Spirit, Ralkatal Barasartona Mahasia, Achana Mahatala Baratani, Asburia Pravasia, Arkotal Maria, കഷ്ടതകളുമായി സമരസപ്പെടരുത്, പ്രതിസന്ധികളുമായി സമരസപ്പെടരുത്. പകരം കഷ്ടതകളോട് എതിർത്ത് നിൽക്കണം, പ്രതിസന്ധികളോട് എതിർത്ത് നിൽക്കണം. ഇത് എൻ്റെ വിധി എന്ന് നിങ്ങൾ കരുതി സമാധാനിക്കരുത്. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളിൽ സ്റ്റോയിസക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് എതിർത്ത് നിന്നവരാണ്. എന്താണ് സ്റ്റോയിസ മതം പറയുന്നതെന്നറിയാമോ? എല്ലാം ദൈവം നൽകുന്ന വിധി എന്ന് കരുതി സമാധാനിക്കുക. പക്ഷെ പൗലോസ് പറഞ്ഞു, വിധിയോട് സമരസപ്പെടുന്നവനല്ല അഭിഷേകമുള്ളവൻ, വിധിയോട് പൊരുതുന്നവനാണ്. ഇന്ന് പകലാധരം തുറന്ന് പറഞ്ഞേ, ഞങ്ങൾ വിധിയോട് പൊരുതും, ഞങ്ങൾ വിധിയെ ജയിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി, പക്ഷെ ഞങ്ങൾക്ക് മരണത്തിന് തല കുനിച്ചു കൊടുക്കാൻ മനസ്സില്ലായിരുന്നടോ. ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി, പക്ഷെ ഞങ്ങൾക്ക് മരണത്തിന് തല കുനിച്ചു കൊടുക്കാൻ മനസ്സില്ലായിരുന്നടോ. ഇന്ന് പകൽ വിധിയെ നോക്കി പറ, നീ വരച്ച വരയ്ക്ക് ഒതുങ്ങാൻ എനിക്ക് മനസ്സില്ലടാ പിശാചേ. വിശ്വാസമുള്ളവൻ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിക്കും. ചരിത്രം നോക്കി ശാപത്തെ കുറിച്ച് പറയത്തില്ല, ചരിത്രം നോക്കി ശാപത്തെ കുറിച്ച് പറയത്തില്ല. പകരം ഭാവി കാലം നോക്കി അവൻ അനുഗ്രഹത്തെ കുറിച്ച് പറയും. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വേഗത്തിൽ പോവുക. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മേൽ ദൈവസാന്നിധ്യം വന്നാൽ അവൻ പിന്നോട്ടല്ല നോക്കുന്നത്, അവൻ മുൻപോട്ടാണ് നോക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ആമേൻ. വെളിപ്പാടുകൾ എന്തിനു വേണ്ടിയാണ്? അവിടെ 1-ാമത് ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നലകളിൽ കഴിഞ്ഞുപോയത് തൻ്റെ ദാസനെ അറിയിക്കേണ്ടതിന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ലല്ല, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ മുൻപേ കേട്ടതുപോലെ മഹാശബ്ദം ഞാൻ കേട്ടോ. 4-ാം അധ്യായം 1-ാം വാക്യം. മുമ്പേ കേട്ട പോലെയുള്ള കാഹളത്തിനൊത്ത ആ പഴയ ശബ്ദം പോലെയുള്ള ശബ്ദം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ കയറി വരിക, നീ സ്വർഗ സാന്നിധ്യത്തിലേക്ക് കയറി വരിക, നീ ആത്മതലത്തിലേക്ക് കയറി വരിക, നീ ആത്മസാന്നിധ്യത്തിലേക്ക് കയറി വരിക. കയറി വന്നാൽ ഞാൻ നിന്നെ കാണിക്കാം. ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനയും കഷ്ടവും ഒക്കെ ഞാൻ നിന്നെ കാണിക്കാം. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, മേലാൽ സംഭവിപ്പാനുള്ളത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത്, അഭിഷേകം നിന്റെ മേൽ വരുന്നത്, സാന്നിധ്യം നിന്റെ മേൽ വരുന്നത് നിന്നെ ഭാവികാലത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ്, നിന്റെ ഭാവികാലത്തെ കുറിച്ച് പറയാനാ. ഞാൻ ഇതിനകത്തൊരു ഡിസേണിങ് എലമെന്റ് നിങ്ങൾക്ക് തരാം. സ്തോത്ര. എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പഴയ കുറെ
കുറെ കാര്യങ്ങൾ ഓർത്തിരുന്ന് കരഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ദാറ്റ് ഈസ് നോട്ട് ഹോളി സ്പിരിറ്റ്. അത് പകരം എന്താണ്? പിശാച് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നോ? ഒത്തിരി വിഷയങ്ങളുമായി പ്രാർത്ഥിക്കാനിരുന്നു ഉപവാസത്തോടെ. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ 2016 ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നോ? നിങ്ങൾ വല്ലാതെ അലട്ടപ്പെട്ടോ? നിങ്ങൾ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കിടന്നുറങ്ങി, നിങ്ങൾ എന്തോ ഒരു സ്വപ്നം കണ്ടോ, നിങ്ങൾ എഴുന്നേറ്റോ? നോ 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 നോ, ദാറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഹോളി ഗോസ്റ്റ്. അത് പരിശുദ്ധാത്മാവിനകത്തല്ല നിങ്ങൾ ചലിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറമോട്ട് കൊണ്ടുപോകത്തില്ല. പരിശുദ്ധാത്മാവ് എങ്ങോട്ടേ കൊണ്ടുപോകത്തുള്ളൂ? മുമ്പിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തോ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരാം. He will show you the things to come, the things to happen. ഇന്നലകളിലെ വേദനകൾ ഓർപ്പിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. നാളുകളിൽ സംഭവിക്കാനുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നവനാണ് പരിശുദ്ധാത്മാവ്. നിന്റെ പ്രാർത്ഥനാ മുറി ഇന്നലകളിലെ മുറിവുകളെ തോണ്ടാനാകരുത്, ഇന്നലകളിലെ വേദനകളെ തോണ്ടാനാകരുത്. നിന്റെ പ്രാർത്ഥനാ മുറി ഭാവി കാലത്തേക്ക് ഉള്ള കാഴ്ചകൾ തുറക്കുന്നതായിരിക്കട്ടെ. ഞാൻ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ എന്തിനെ കുറിച്ചായിരിക്കണം? ഭാവി കാലത്തെ കുറിച്ചായിരിക്കണം. നമ്മുടെ ഇടയിൽ ചിലരുണ്ട്, അമ്മേ, സഭാരാധന കഴിഞ്ഞ് താഴെ ഇറങ്ങി ചായ കുടിച്ചാൽ ഉടനെ പറയുക, അയ്യോ പണ്ട് ഞങ്ങൾക്കൊരു പാസ്റ്ററെ അറിയാം, പണ്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരാളുണ്ടായിരുന്നു, പണ്ട് ഞങ്ങളുടെ അവിടെ ഒരാളുണ്ടായിരുന്നു, പണ്ട് ഞങ്ങളുടെ അരുവിൽ. നിങ്ങൾക്കറിയാമോ ഇന്നാരെ? നിങ്ങൾക്കറിയാമോ ഇന്നാരെ? നിങ്ങൾക്കറിയാമോ ഇന്നാരെ? ഓൾഡ് സ്റ്റോറീസ്. പഴഞ്ചാക്ക് വിൽക്കുന്ന ആക്രി കച്ചവടക്കാരുണ്ട്. സ്തോത്ര. അത് 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 ആത്മീയ ലോകത്തുമുണ്ട്. പഴയ ആൾക്കാരെ എല്ലാം അറിയാം, ആക്രി സാധനം മാത്രം അറിയത്തുള്ളൂ. സ്തോത്രം. അയ്യോ പണ്ടത്തെ അംബാസഡർ എന്തുവായിരുന്നെന്നറിയാമോ? പണ്ടത്തെ 6 വീലർ ലോറി എന്തുവായിരുന്നെന്നറിയാമോ? എടാ നിനക്ക് BS6 എന്താണെന്നറിയാമോ? എടാ ഭാരത് സ്റ്റേജ് 7 എന്താണെന്നറിയാമോ? ഓ അതിനെക്കുറിച്ചൊന്നും പിടിയില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, പഴയ പാരമ്പര്യം പറയുന്ന, പഴയ ബന്ധക്കോസ് പറയുന്ന, പഴയ അച്ചായന്മാരുടെ കഥ പറയുന്ന അവരൊക്കെ ആക്രിക്കാര്. പക്ഷെ എൻ്റെ പരിശുദ്ധാത്മാവിന് ആക്രി കച്ചവടമല്ല. എൻ്റെ പരിശുദ്ധാത്മാവിന് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്, കൺസെപ്റ്റീവ് ആയിട്ടുള്ളത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പറയുവാനുള്ളത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പഴയ ചരിത്രം പറയുന്നവർ ആക്രി കച്ചവടക്കാരാണ്. അവർ പരിശുദ്ധാത്മാവിലല്ല ജീവിക്കുന്നത്. അമേൻ. അവർ തങ്ങളുടെ സ്വയം ബുദ്ധിക്കകത്താണ് ജീവിക്കുന്നത്. അമേൻ. അവർ വീണവരുടെ ചരിത്രം പറയാ. അവർ അയ്യോ ഇപ്പൊ പത്തനംതിട്ട ഉണർവുണ്ടാകുന്നു, പണ്ട് കോഴഞ്ചേരിയിൽ എന്തൊരു ഉണർവായിരുന്നു, പണ്ട് റാന്നിയിൽ എന്തൊരു ഉണർവായിരുന്നു, പണ്ട് ചങ്ങനാശ്ശേരിയിൽ എന്തൊരു ഉണർവായിരുന്നു, പണ്ട് തിരുവനന്തപുരത്ത് എന്തൊരു ഉണർവായിരുന്നു, അന്നൊക്കെ ഉണ്ടായിരുന്ന കാലം. അന്ന് ഞങ്ങൾ ബസ് കയറി അവിടെ പോകുമായിരുന്നു, രാവിലെ 4 മണിക്ക് പോകുമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആക്രി കച്ചവടമാണ്. അവൻ്റെ അകത്ത് അഭിഷേകമില്ല. അഭിഷേകമുള്ളവൻ എന്തിനെ കുറിച്ചേ പറയത്തുള്ളൂ? അവൻ ഭാവി കാലത്തെ കുറിച്ചേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, ആമേൻ, എബ്രായ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം പ്രസ്താവിക്കുന്ന പഴയ ലോകം, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. ആമേൻ. മലയാളത്തിൽ പ്രസ്താവന എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് the world to come whereof we speak. നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ എന്തിനെ കുറിച്ചായിരിക്കുക? ഭാവി ലോകത്തെ കുറിച്ചായിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, സ്തോത്ര, ഒരു സയന്റിസ്റ്റ് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കുക? 1900ങ്ങളുടെ അവസാനത്തിലുള്ള വലിയ കമ്പ്യൂട്ടറുകളെ കുറിച്ചാണോ ഒരു സയന്റിസ്റ്റ് സംസാരിക്കുന്നത്? അല്ല. ആമേൻ. നോക്കിയ ഫോണിനെ കുറിച്ചാണോ ഒരു സയന്റിസ്റ്റ് സംസാരിക്കുന്നത്? നിർത്തിപ്പോയ ബ്ലാക്ക്ബെറീസിനെ കുറിച്ചോ സോണി എറിക്സണെ കുറിച്ചോ ഒരു സയന്റിസ്റ്റ് സംസാരിക്കാറുണ്ടോ? ഇല്ല. ഒരു സയന്റിസ്റ്റ് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കുക? അടുത്ത ഇന്നോവേറ്റീവ് ടെക്നോളജിയെ കുറിച്ചായിരിക്കുക. ഇതുപോലെ ആത്മീയതയിൽ ഒരു ഗവേഷകൻ, ആത്മീയതയിൽ ഉയർന്ന നിലവാരത്തിലുള്ളവൻ, അവൻ സംഭവിപ്പാൻ പോകുന്ന ഉണർവുകളെ കുറിച്ച് പറയോ, അവൻ സംഭവിപ്പാൻ പോകുന്ന ആത്മതലങ്ങളെ കുറിച്ച് പറയോ,
അവൻ സംഭവിപ്പാൻ പോകുന്ന കൃപാവരങ്ങളെ കുറിച്ച് പറയാ. എന്നാൽ അമേൻ, പഴയ പാസ്റ്റർ എന്ന് പറയുമെന്നറിയാമോ? അയ്യോ, 98 ഞങ്ങളുടെ അവിടെ ഒരു പ്രവാചകൻ വന്നു. എന്റെ ദൈവമേ, എന്തോ ഒരു സംഗതിയായിരുന്നു. ഇന്ന് പകൽ രഹോബോത്തിലെ ദൈവമക്കളോട് പറയട്ടെ, ആക്രി കച്ചവടക്കാരെ സഭയ്ക്കകത്ത് കയറ്റരുത്, ആക്രി കച്ചവടക്കാരെ കുടുംബത്തിൽ കയറ്റരുത്. പറയണ, ഞങ്ങൾ യൂസ്ഡ് മേളകളിൽ ഇപ്പോൾ പോകാറില്ല, ഞങ്ങൾ സെക്കൻഡ്സ് വാങ്ങാറില്ല. ഞങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത്, മോസ്റ്റ് മോഡേൺ ആയിട്ടാണുള്ളത്. അമേൻ. നമ്മൾ പ്രസ്താവിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 90കളിലെ ഉണർവിനെ കുറിച്ചല്ല, 70കളിലെ ഉണർവിനെ കുറിച്ചല്ല. പകരമോ നമ്മൾ സംസാരിക്കുന്നത് ഭാവി ലോകത്തെ കുറിച്ച്. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളോടും പറയുകയാണ്, അയ്യോ, പണ്ട് നമുക്കൊരു വീടുണ്ടായിരുന്നു, അറേ നേരെ മൊത്തം തടിയായിരുന്നു, അതിനകത്തൂടെ ചെതലിങ്ങനെ വരുമായിരുന്നു. നോ, യു ആർ നോട്ട് സപ്പോസ്ഡ് ടു സേ ദാറ്റ്. പകരം നീ പറയണോ, നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വീട് വെക്കുന്നത് ഇന്നടത്തായിരിക്കുക, അന്ന് വീട് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യണോ. ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പറയുകയാണ്, പഴഞ്ചാക്ക് കച്ചവടം മക്കളുടെ അടുക്കൽ നടത്തരുത്. സ്പീക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ, സ്പീക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇന്നലകളെ കുറിച്ച് നീ നിർത്ത്, പകരം നാളുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഒരു നല്ല കുടുംബം, ഒരു നല്ല വിശ്വാസി അവൻ ഭാവിയെ സംബന്ധിച്ച് അനുഗ്രഹിക്കും. നല്ല അഭിഷേകമുള്ളവൻ അവൻ ഭാവിയെ കുറിച്ച് സംസാരിക്കും. നമ്മുടെ സംഭാഷണം പോലും എന്തിനെ കുറിച്ചായിരിക്കും? ഭാവിയെ കുറിച്ചായിരിക്കും. ഒരു നല്ല കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭാവിയെ കുറിച്ചുള്ള ദർശനമായിരിക്കാം. സ്തോത്ര. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി. ആമേൻ. സദൃശവാക്യം 31:25, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. നമ്മുടെ ഇടയിൽ ഇപ്പോഴത്തെ പേരൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 20 വർഷം മുൻപ് ആമേൻ ഉള്ള പേരൻസ് ഒക്കെ എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങളൊക്കെ നടന്നാണ് സ്കൂളിൽ പോയത്. ഞാൻ ചോദിക്കട്ടെ, അന്ന് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നോ? അന്ന് ക്ലേ മോഡൽ ഉണ്ടാക്കണമായിരുന്നോ? അന്ന് അസൈൻമെന്റ് എഴുതണമായിരുന്നോ? ഒരു പരിപാടി ഇല്ലായിരുന്നല്ലോ. പോന്ന വഴി മാങ്ങ എറിഞ്ഞ് വല്ലോൻ്റെ അയ്യത്തും കയറി കുഴപ്പമുണ്ടാക്കി തിരിച്ചു വന്ന് ബാഗും എടുത്ത് അങ്ങോട്ട് ഏറുപറഞ്ഞ് സുഖമായിട്ട് കുട്ടിയും പോലും കളിക്കാൻ പോയിരുന്നതാ. ആമേ, ഈ സുഖം വല്ലോ ഇന്നത്തെ പിള്ളേർക്കുണ്ടോ? സ്തോത്ര. എന്നിട്ട് അടുത്ത ഭാഗം, സ്തോത്ര, അടുത്ത ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നറിയാവോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പഴയ കാര്യമൊന്നും കേൾക്കുന്നതേ ഇഷ്ടമല്ല. ആമേ, നിങ്ങൾക്ക് പുതിയ കാര്യം വല്ലതും കേൾക്കുന്നത് ഇഷ്ടമുണ്ടോ? കൊച്ചു വന്നിട്ട് പറയാ, അമ്മേ ഈ ഫോൺ കണ്ടോ, ഇതിൻ്റെ ഫോണാ വെച്ച് എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് പുതിയ കാര്യം മനസ്സിലാവാത്തതുപോലെ അവർക്ക് പഴയ കാര്യവും മനസ്സിലാകത്തില്ല. ജീസസ്, എ പെർഫെക്റ്റ് ഫാമിലി. ആ ഫാമിലിയിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ഭാവി കാലത്തെ. അവൾ ഭാവി കാലം ഓർക്കുന്നു. അവളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി എല്ലാം അവൾ കരുതുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരനുഗ്രഹീത കുടുംബജീവിതത്തിന് ഭാവി കാലത്തെക്കുറിച്ച് സംസാരിക്കണം. വിവാഹ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിൽ അടി, തൊഴി, ഇടിയൊക്കെ സംഭവിച്ചു കാണും. ആമേൻ. അറിവില്ലാത്ത ചെറുക്കൻ, ആമേൻ, രക്തത്തിളപ്പിൻ്റെ പ്രായം, അന്ന് കാണുന്ന സിനിമകളുടെയൊക്കെ ഇമ്പാക്റ്റിനകത്ത് ചെയ്തു പോയ കാര്യം. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ ഏറ്റവും, ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയുകയാണ്. ദൈവസഭ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നമുക്ക് കയറാം. എല്ലാ കാലത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ തന്നെ ഭാഗങ്ങൾ എടുത്താൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ വയലൻസിന്റെ സിനിമകൾ ഇറങ്ങുന്നു, അത് കഴിയുന്ന ഉടനെ കുട്ടികളിൽ അസാധാരണമായ വയലൻസുകൾ കാണുവാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു മലയാളം സിനിമയുണ്ടായി. ഫുൾ കലാപമാണ്. ഇപ്പോൾ വീണ്ടും ഒരു കലാപകലുഷിതമായ ഒരു സിനിമയുണ്ടായി. എന്താണ് റിസൾട്ട്? പിള്ളേര് കലാലയങ്ങളിൽ ക്രൂരത ചെയ്യുന്നു, പിള്ളേര് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു. ഇതെവിടെ നിന്നാ വരുന്നത്?
ഇത് സിനിമകൾക്കകത്ത് നിന്ന്, സാഹിത്യത്തിനകത്ത് നിന്ന്, ഞാൻ ഇന്ന് വൈകിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാം. ഇതിനെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അതിലേക്ക് വൈകിട്ട് കയറാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, അക്കാലങ്ങളിലെ സിനിമകളാൽ ആകൃഷ്ടരായി ആ രക്തത്തിളപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്തു കാണും. സ്തോത്രം. അറിവുകേട് കൊണ്ട് അത് മനസ്സിലിട്ട് വെച്ചേക്കരുത്. ഒരനുഗ്രഹീത കുടുംബജീവിതത്തിന് പിന്നാമ്പുറത്തിലെ താളുകളെ ഇങ്ങനെ അട്ടിയടിക്കി വെക്കരുത്. എന്നും രാവിലെ എഴുന്നേറ്റ് ആമേൻ കുടുംബജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിലെ കയ്പിന്റെ പേജുകളെല്ലാം വായിച്ചു നോക്കും. ചിലരൊക്കെ ഇത് ഡയറി എഴുതി കട്ടിലിന്റെ അടി വെച്ചേക്കാം. രാവിലെ തൂത്തുവാരാനാന്ന് പറഞ്ഞ് മുറി കയറി കുറ്റിയിട്ടിട്ട് മുഴുവൻ സമയം ഇരുന്ന് ഡയറി വായനയാണ്. എന്നിട്ട് സെൽഫ് പിറ്റി, സെൽഫ് സിമ്പതി. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ സാധു ശാന്തമായി സഹിച്ചു മാനം നൊന്തി കുടുംബത്തിനായി. കർത്താവ് പോലും, ചിലർ പറയുന്ന ഒരു ഭാഗമാണ്, കർത്താവ് പോലും ഇത്ര അനുഭവിച്ചിട്ടില്ല. കർത്താവിന് ഇത്രയ്ക്ക് നേരമല്ല ഉള്ളായിരുന്നു. ഞാൻ എത്ര നാളും കൊണ്ട് അനുഭവിക്കുക. കർത്താവിന് പോലും ഇത്രയും വേദന ഉണ്ടായിട്ടില്ല. ലിവിങ് ഇൻ ദ പാസ്റ്റ്. എൻ്റെ സഹോദരങ്ങളെ, ജപ്പാന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? They are living in 2040s. They are living in 2050s. They are living in advanced world. നിങ്ങൾ ancient വേൾഡിൽ ജീവിക്കേണ്ടിയവരല്ല, നിങ്ങൾ അഡ്വാൻസ്ഡ് വേൾഡിൽ ജീവിക്കേണ്ടിയവരാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ആമേൻ. നിങ്ങൾ ഭാവികളെ ശ്രദ്ധിക്കുക. ഹോശേയ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്നു. സ്തോത്രം. ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് കൂടെ ചേർന്നു. ഞാൻ ബാക്കി വായിക്കുന്നില്ല. അന്യദേവന്മാരോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുന്ന ഒരു തലമുറ. പക്ഷേ ദൈവം അവരെ കുറിച്ച് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാമോ? 5-ാം വാക്യം, അതിന്റെ 5-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആമേൻ. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവന്റെ നന്മയിലേക്കും വരും. പിള്ളേർ അന്യദേവന്മാരുടെ പുറകെ പോയപ്പോഴും ദൈവം ഇവിടെ എന്തോ പറയുന്നതെന്നറിയാമോ? ഭാവി കാലത്ത് അവർ തിരിച്ചു വരും. ജീസസ്. അതാണ് ദൈവം, അതാണ് കർത്താവിന്റെ കൃപ. യെസ്, ആമേൻ. നമ്മളെങ്ങനെയാണെന്നറിയാമോ? ഇന്ന് അവൻ 110 നിന്ന് തുള്ളിയാലും നമ്മൾ പറയുന്നത് 30 വർഷം മുമ്പുള്ള അവന്റെ പഴയ ചരിത്രം. പക്ഷെ കർത്താവ് ഇന്നിന്റെ ലോകത്ത് അവൻ പാപത്തിന്റെ അടിത്തട്ടി കിടക്കുമ്പോഴും പറയാ, ഭാവി കാലത്ത് അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ളവനാണ്. ഇന്നും പകൽ എൻ്റെ ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുമ്പോൾ അവരെ നോക്കി പറ, നാളെ ഇവൻ വചനം പ്രസംഗിക്കേണ്ടിയവനാ. ഇന്ന് അവൻ സിനിമ കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ പറ, നാളെ ഇവൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കേണ്ടവനാ. ഇന്നവൻ നിങ്ങൾ 1 പറയുമ്പോൾ തിരിച്ച് 9 പറയുമ്പോൾ പറ, നാളെ ഇവൻ കൃപാവരങ്ങൾക്കകത്ത് പൊതിയപ്പെടേണ്ടവനാ. ഇന്നത്തെ നിന്റെ കുഞ്ഞിന്റെ ദുർസ്വഭാവം നോക്കി അവനോട് സംസാരിക്കരുത്. ഇന്നത്തെ അവന്റെ കുറഞ്ഞ മാർക്ക് നോക്കി അവനോട് സംസാരിക്കരുത്. അവനെ നോക്കി അവന്റെ ഭാവി കാലത്തെ കുറിച്ച് പറ. കണ്ടോ? 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ വ്യഭിചാരിണിയുടെ നിലവാരത്തിലേക്ക് താണുപോയി ദൈവത്തെ വിട്ടുപോയ ജനതയെ നോക്കിയിട്ട് ദൈവം പറയുക, ഭാവി കാലത്ത് ഇവൻ ദൈവത്തിന്റെ നന്മയ്ക്കകത്തേക്ക് വരോ, നന്മയ്ക്കകത്തേക്ക് വരോ. എന്നിട്ട് പറയുകയാണ്, നീ അങ്ങനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കെ. ആമേൻ. മക്കളെ സ്നേഹിക്കാൻ കഴിയുക, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുക. എത്ര ഗുണം കെട്ടവനായിരുന്നാല്, എത്ര പറഞ്ഞാ കേൾക്കാത്തവളായിരുന്നാല് സ്നേഹിക്കാൻ കഴിയുക. എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് അറിയാമോ? ഇഫ് യു ക്യാൻ ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ യു ക്യാൻ ലവ് ഹിം. നിനക്ക് ഭാവിയെ നോക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് സ്നേഹിക്കാൻ കഴിയോ. നിനക്ക് ഭാവിയെ നോക്കാൻ കഴിയുമെങ്കിൽ സഹിക്കാൻ കഴിയോ. നിനക്ക് ഭാവിയെ നോക്കാൻ കഴിയുമെങ്കിൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക, വ്യഭിചാരിണിയായി ഇരിക്കുന്നവളെ നീ ഭാര്യയായി സ്നേഹിക്ക. ഹോശേയയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ദൈവത്തെ വിട്ടുപോയവനെ ഞാൻ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ എന്നെ കളഞ്ഞിട്ട് പോയാനെന്ന് നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ നീ പറ, ഞാൻ പാസ്റ്റ് അല്ല ചിന്തിക്കുന്നത്, ഞാൻ പ്രസന്റ് അല്ല ചിന്തിക്കുന്നത്. ഐ ആം ഫോക്കസിംഗ് ഓൺ ദ ഫ്യൂച്ചർ.
am focusing on the future. അമ്മേ, ഇത്രയും കുഴപ്പമായിട്ടും പിന്നെ എന്തിനാ നിങ്ങൾ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നത്? അവൻ്റെ ഭാവിയെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇത്രയും കുഴപ്പക്കാരനായിട്ട് എന്തിനാ അങ്ങേരുടെ കൂടെ ജീവിക്കുന്നേ? ഭാവിയെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇത്രയും പറഞ്ഞാൽ കേൾക്കാത്തവളായിട്ട് നീ എന്തിനാ ഇപ്പോഴും അവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നേ? ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഇന്ന് പകൽ അധരം തുറന്ന് പറ, ഐ ആം ഫോക്കസിങ് ഓൺ ദ ഫ്യൂച്ചർ. ഞാൻ ഭാവിയെ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. സംഖ്യാപുസ്തകം 24 അധ്യായം, അവിടെ ബലയാം ആമേൻ ബാലാക്കിന്റെ വാക്ക് കേട്ടിട്ട് ഇസ്രായേലിനെതിരെ ശാപം പറയാൻ പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ദൈവം ബിലയാമിന്റെ അടുക്ക പറഞ്ഞു, ബിലയാം ആമേൻ സംഖ്യാപുസ്തകം 24 അധ്യായം, സംഖ്യാപുസ്തകം 24 അധ്യായം 14 വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. ബിലയാം വരിക, ഭാവി കാലത്ത് എൻ്റെ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. ബിലയാം ഇസ്രായേലിനെ പ്രാകാൻ പോവാ. ബിലയാം ഇസ്രായേലിന്റെ ഭാവി തിരിക്കാൻ പോവാ. ബിലയാം ഇസ്രായേലിനെ പ്രാഗി അവന്റെ ഭാവി തിരിക്കാൻ പോവുക. ദൈവം ബിലയാമിന്റെ അടുക്ക പറയാം, ബിലയാം വാ വാ വാ, നീ വാ, നീ അവന്റെ ഭാവിയെ പ്രാകാൻ പോവല്ലേ, നീ അവൻ്റെ നാളെ പ്രാകാൻ പോവല്ലേ. പക്ഷെ നാളെ ഭാവി കാലത്ത് എൻ്റെ ജനം നിന്റെ ജനത്തോട് എന്തോ ചെയ്യുന്നേ ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാവിക്കെതിരെ 1000 പേർ ഒരുമിച്ച് നിന്ന് മല്ല് കെട്ടിയാലോ, യെസ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഗോഡ്. നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാ. വല്ല മന്ത്രവാദിയും ക്ഷുദ്രക്കാരനും ആഭിചാരം ചെയ്തതുകൊണ്ട് നിന്റെ ഭാവി തിരിഞ്ഞു കറങ്ങുമെന്ന് ആരാ പറഞ്ഞത്? അടലമര ജനക മന്ത്രവാദിയെ പിടിച്ചു നിർത്തിയിട്ട് ദൈവം പറയുക, ആഭിചാരകനെ പിടിച്ചു നിർത്തിയിട്ട് ദൈവം പറയുകയാ, ബിലയാമിനെ പിടിച്ചു നിർത്തിയിട്ട് ദൈവം പറയാ, നീ മോവാബ് മലമുകളിൽ കയറിപ്പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നീ അവിടെ യാഗം കഴിച്ച് എൻ്റെ ജനത്തെ പ്രാകാൻ പോവാ. നീ കയറി വന്നേര്, ഞാൻ അവിടെ നിന്ന് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിന്നെ കൊണ്ടല്ല പറയിപ്പിക്കാൻ പോകുന്നത്, ഞാനാണ് പറയാൻ പോകുന്നത്.